ഇല്ലപ്പാ, നമ്മൾ മാംഗ്ലൂർ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ ടൂറിൻ്റെ ഭാഗമായിട്ട് മാംഗ്ലൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അജയേട്ടൻ, പ്രമോദേട്ടനുണ്ട്, രാശാണ്ട് ഉറക്കുന്ന എഴുന്നിട്ട് വന്നിട്ടില്ല. എന്തൊരു കഷ്ടപ്പാടാണ്. സൈത്തേട്ടാ, നമ്മളെ ടൂർ പോയി വന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട? അഭിപ്രായം വല്ലതും ഉണ്ടാ? ഒന്നും പറയുന്നില്ല. ഉറക്കിൻ്റെ ഒരു ക്ഷീണമായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്ന് ഷിജുവേട്ടൻ പറയുന്നു. ഒന്നും പറയുന്നില്ല? മാംഗ്ലൂർ എയർപോർട്ട് നിങ്ങൾക്കെന്ന് പറയല്ലേ? പറഞ്ഞോ? പറഞ്ഞോ? അനീഷേട്ടാ, നിങ്ങൾക്കൊന്നും പറയണ്ട മാംഗ്ലൂർ എയർപോർട്ടൊന്നും? ഇല്ല അല്ലേ? ചന്ദ്രേട്ടനൊന്നും പറയണ്ട? ഒരുപാടുണ്ടല്ലേ? നമ്മുടെ നിങ്ങൾക്കൊന്നും പറയണ്ട മാംഗ്ലൂർ എയർപോർട്ടൊന്നും? ഇവിടൊന്നും പറയാനില്ല എന്നാണ് തമ്മടം പറയുന്നത്. അതാണ് മാംഗ്ലൂർ എയർപോർട്ട്. ഇതാ ഗൾഫിൽ നിന്ന് ടൂറിനായിട്ട് വന്ന ചങ്ങയാണ് നമ്മുടെ നാട്ടിലെ. സിൽമാടനെ പോലില്ല, കണ്ടാൽ ഇത് കണ്ടാ നടത്താൻ കണ്ട. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിനുള്ളിൽ കയറിയത്. ഫസ്റ്റ് ഫ്ലൈ എന്നെല്ലാം പറയില്ലേ, ഇതാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും യദുനെന്ന് പറയില്ലേ? ആ, നീ പറഞ്ഞോടാ. ഐ.ടിയിലെ എല്ലാ യുവാക്കളും കൂടി ബാംഗ്ലൂരേക്ക് പുറപ്പെടുകയാണ്. അതിനുവേണ്ടി 2 മണിക്കൂർ മുന്നേ തന്നെ മാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ പണ്ട് ഒരു കഥ പറയാനുണ്ട്. പണ്ട് 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാംഗ്ലൂർ എയർപോർട്ട് പുറത്ത് നിന്ന് കണ്ടത്. ഇപ്പോൾ അതിനകത്ത് കയറാനൊരു അവസരം ഉണ്ടായി. ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൽ കയറുന്നത്. ഇനിയിപ്പോൾ വൈറ്റ് കൊടുക്കുന്നല്ല, നമുക്ക് അറിയുന്ന കണക്കിന് പറയില്ല. ഇനി എക്സൈസ് ഓഫീസ് ഇവരെ ഇത്രയും നേരം ഷഡ് ഇട്ടിട്ടുണ്ടായ ചെക്കനാണ്. നീ നാറ്റിക്കല്ല, ഇതെല്ലായിടത്തും ഇടുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞേ, ഇവിടെ എന്തോ ഒരു സാധനം കണ്ടിട്ട് ഇവിടെ കുറച്ചാൾ നിൽക്കുന്നത്. ഇതാണ് എയർപോർട്ടിൻ്റെ കാഴ്ചകൾ. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന ചെറിയൊരു യാത്രയാണ്. അതിനെ തുടക്കം എന്ന നിലയിൽ മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. അങ്ങനെ വിജനമായ മാംഗ്ലൂർ എയർപോർട്ടിലൂടെ നമ്മൾ നടക്കുന്നുണ്ട്. ആരുമില്ല, അങ്ങനത്തെ ഒരു സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ഏകദേശം ഒരു 4 മണി സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ആരെയും കാണാനുമില്ല, വിജനമായ എയർപോർട്ട്. അപ്പോൾ ഇത്രയാണ് മാംഗ്ലൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. സിദ്ധു മന്ദം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ബാക്കി വീഡിയോ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഓക്കെ.